ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളിലും പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തേത് HDFC ബാങ്ക്. HDFC ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.3% ഉയർന്ന് 1728 ക്ലോസിംഗ് നൽകി. എൻ്റയർ ബാങ്കിംഗ് സെക്ടറിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടും ഒട്ടുമിക്ക ബാങ്കിംഗ് സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും കഴിഞ്ഞ ദിവസം HDFC ബാങ്കിൽ ബൈയിങ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആയിരുന്നു. സ്റ്റോക്ക് 1.3% ഉയർന്ന് 1728 എത്തി. 52 വീക്ക് ഹൈ 1787, 52 വീക്ക് ലോ 1363. 13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.20, ഡിവിഡൻഡ് yield 1.13%. HDFC ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 55.50% നിന്നും 54.8% കുറഞ്ഞു. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞത് HDFC ബാങ്കിന് എങ്ങനെ ബെനിഫിഷ്യൽ ആകുന്നു എന്ന ഫാക്റ്റിലേക്ക് കടക്കാം. MSI ഇൻഡെക്സ് എന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് HDFC ബാങ്കിൽ 55% താഴെ കുറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ MSI വെയിറ്റേജ് 3.2% നിന്നും 7.8% ഉയരുമായിരുന്നു. ഇവിടെ HDFC ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് 55% നിന്നും താഴെ എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ HDFC ബാങ്കിനുള്ള MSI വെയിറ്റേജ് ഉയരുന്നതായിട്ട് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ പറയുന്നത് $3.2 ബില്യൺ മുതൽ $4 ബില്യൺ വരെ ഫണ്ട് ഇൻഫ്ലോ വരുന്ന 10 ദിവസത്തിനുള്ളിൽ HDFC ബാങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസം HDFC ബാങ്കിൻ്റെ ADR ലിസ്റ്റഡായ, അതായത് അമേരിക്കൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡായ HDFC ബാങ്കിൻ്റെ ADR വെർഷനിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. HDFC ബാങ്കിൽ MSI വെയിറ്റേജ് ഉയരുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ MSI വെയിറ്റേജ് ഉയരുകയാണെങ്കിൽ ഇന്ത്യയുടെ ആഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന MSI ഇൻഡെക്സ് റിവ്യൂവിൽ MSI എമർജിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ വെയിറ്റേജും ഉയരുന്നതിന് കാരണമായേക്കും. ഇന്ത്യയുടെ MSI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലുള്ള വെയിറ്റേജ് 19.2%. ഇത് 20% മുകളിലേക്ക് എത്തിയേക്കും. HDFC ബാങ്ക് ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കാണ്. 1730 സ്റ്റോക്ക് ബ്രേക്കൗട്ട് റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ 1800, 1880, ഈവൻ 1900 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. 1600 സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് അവന്യൂ സൂപ്പർ മാർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അവന്യൂ സൂപ്പർ മാർട്ട് 1% ഉയർന്ന് 4782 ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 5219, 52 വീക്ക് ലോ 3491. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 122. അവന്യൂ സൂപ്പർ മാർട്ട് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയതിനു ശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകിയ ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. Q1 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയറിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ 18% വർദ്ധിച്ചു. 11,584 കോടിയിൽ നിന്നും സ്റ്റാൻഡ് അലോൺ റവന്യൂ 13,712 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 371 എത്തിയിട്ടുണ്ട്. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 460 കോടിയിൽ നിന്നും 563 കോടിയിലേക്ക്, അതായത് ഏകദേശം 22.4% വളർച്ച കൈവരിക്കുകയും ചെയ്തു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 20% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. EBITDA 22.3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 943 കോടിയായി മാറുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 7.41% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ മർച്ചൻഡൈസ്, അപ്പാരൽ തുടങ്ങിയ സെക്ടറിൽ നിന്നുള്ള ബൈയിങ് മൊമെൻറ്റം തന്നെയാണ് കമ്പനിയുടെ ഗ്രോസ് മാർജിനിലുള്ള ഇംപ്രൂവ്മെൻറ്റിന് പിന്നിലെ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ കൊമേഴ്സ് ബിസിനസ്സിലും കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 23 സിറ്റികളിൽ ഡിമാർട്ട് എന്ന കമ്പനി അതിൻ്റെ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി ബിസിനസ് നടത്തുന്നു. ഡിമാർട്ട് ഈ ക്വാർട്ടറിൽ 24 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം 41 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 365 ഉയരുകയും റീറ്റെയിൽ ബിസിനസ് ഏരിയ 15.15 മില്യൺ സ്ക്വയർ ഫീറ്റായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്ന് ഡിമാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. HDFC ബാങ്ക് പോലെ തന്നെ ഡിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം 4850 റെസിസ്റ്റൻസ് ആണ്. 4850 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് മറികടന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്